നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ആ തീപ്പൊരി സൂപ്പർ ക്ലാസിക്കോ ഇന്ന് രാത്രിയാണ് അർജൻറ്റീനയിലെ ബ്യൂണസ് അയേഴ്സിലെ മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ ബ്രസീലും അർജൻറ്റീനയും നേർക്ക് നേർ ഏറ്റുമുട്ടുന്നത്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 5:30 കളി ആരംഭിക്കുന്നത്. ഈ കളിയിൽ ആര് ജയിക്കും, ആർക്കാണ് കൂടുതൽ വിജയസാധ്യത? രണ്ട് ടീമിനെയും നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് ടീമിലും പല സുപ്രധാന താരങ്ങളുമില്ല. അതാണ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യം. നെയ്മർ ജൂനിയർ ബ്രസീലിലില്ല, മെസ്സി മറുഭാഗത്തില്ല. അർജൻറ്റീന ഡിഫൻസിൽ ലിസാൻഡ്രോ മാർട്ടീനസും മധ്യനിരയിലെ ജിയോവാനി ലോച്ചെൽസയും മുന്നേറ്റത്തിൽ പൗലോ ഡിബാലയും നിക്കോളാസ് ഗോൺസാലസും ലൗട്രോ മാർട്ടിനസും ഒക്കെ പരിക്കേറ്റ് പുറത്താണ്. നിക്കോളാസ് ഗോൺസാലസിന് പരിക്കല്ല, അദ്ദേഹത്തിന് സസ്പെൻഷനാണ്. ഏതായാലും പരിക്കും സസ്പെൻഷനും ഒക്കെ ആയിട്ട് അവരുടെ പ്രധാന താരങ്ങൾ പുറത്താണ്. ബ്രസീലിനും അങ്ങനെയൊക്കെ തന്നെയാണ്. നെയ്മർ ജൂനിയർ ഇല്ല എന്ന് മാത്രമല്ല, ഡിഫൻസിൽ ഗബ്രിയൽ മെഗല്ലസിന് ഇപ്പോൾ അക്യുമുലേറ്റഡ് യെല്ലോ കാർഡ് കാരണം സസ്പെൻഷനാണ്. ഗോൾ കീപ്പിങ്ങിൽ ഓൾറെഡി എഡേഴ്സൺ പരിക്കേറ്റ് പുറത്തായിരുന്നു. ആലിസൺ ഇപ്പോൾ കൺകഷനായി പുറത്തായി. നേരത്തെ തന്നെ ഡാനിലോ പുറത്തു പോയിരുന്നു. അവരുടെ നായകനായിട്ട് പലപ്പോഴും കോച്ച് ഉപയോഗിക്കുന്നയാളാണ് ഡാനിയിലോ. മധ്യനിരയിലും അതുപോലെ പ്രശ്നങ്ങൾ. ബ്രൂണോ ഗുയിമേറസിന് യെല്ലോ കാർഡ് കാരണം സസ്പെൻഷനാണ്. ഡിഫൻസിൽ ഗബ്രിയൽ മെഗല്ലസ് പരിക്കേറ്റ് പുറത്താണ്. ബ്രസീലിനും പ്രശ്നങ്ങളുണ്ട്, ഇരു ടീമിനും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഫുൾ സ്ട്രെങ്ത്തിലല്ല രണ്ട് ടീമും എന്നറിയാം. എന്നാലും ഉള്ളതിൽ മികവ് ആർക്കാണ് കൂടുതൽ? അർജൻറ്റീനയുടെ ഒരു പ്ലേയിങ് 11 ഇപ്പോൾ TYC സ്പോർട്സൊക്കെ പുറത്തു വിടുന്നത് ഇങ്ങനെയാണ്. ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ്, ഡിഫൻസിൽ നാഹുൽ മോളിന, ക്യൂട്ടി റൊമേറോ, നിക്കോളാസ് ഓട്ടാമെൻഡി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. കഴിഞ്ഞ കളിയിലെ സെയിം ഡിഫൻസ്. റോദ്രിഗോ ഡിബോൾ മടങ്ങിയെത്തും. പിന്നെ എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററും അദ്ദേഹത്തോടൊപ്പം മധ്യനിരയിൽ. മുന്നേറ്റത്തിൽ ടിയാഗോ അൽമേഡയും ഹുലിൻ ആൽവേരസും ഹൂലിയാനോ സിമയോണിയും. ഇതാണ് സാധ്യത. ബ്രസീലിൻ്റെ ഭാഗത്ത് ആദ്യ കളി കളിച്ചതിൽ നിന്ന് 6 മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഡൊറിവാൾ ജൂനിയർ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളൊരു ബ്രസീൽ ടീമാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ വെസ്ലി കളിക്കാൻ ഇറങ്ങുമ്പോൾ മാർക്കിഞ്ഞോസും മുറില്ലോയുമായിരിക്കും സെൻറ്റർ ബാക്കുമാരുടെ റോളിലെങ്കിൽ ഇടത് പാർശ്വത്തിൽ ഗുയർമെ അരാന തുടരും. മധ്യനിരയിൽ ആൻഡ്രയും ജോയലിൻറ്റനും, കഴിഞ്ഞ കളി കളിച്ച മധ്യനിരയേ അല്ല, ആൻഡ്രയും ജോയലിൻറ്റനും. പിന്നെ മുന്നേറ്റങ്ങൾ നയിക്കാൻ റാഫീഞ്ഞയും വിനിയും മാത്യസ് കുഞ്ഞയും റോഡ്രിഗോയും ഉണ്ടാകും എന്നാണ്. ഇതാണ് ബ്രസീലിൻ്റെ ഒരു നിര. അപ്പോൾ ബ്രസീലിൻ്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി നോക്കുമ്പോൾ മുന്നേറ്റ നിരയിൽ വളരെ മികച്ചതാണ്. പ്രീമിയർ ലീഗിൽ മികവ് കാണിക്കുന്ന മാത്യസ് കുഞ്ഞ, റയലിൻ്റെ ശക്തരായ വിനിയും റോഡ്രിഗോയും, ബാഴ്സലോണയുടെ അതികായൻ, ഇപ്പോൾ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരമെന്ന് പോലും പരിഗണിക്കപ്പെടുന്ന റാഫീഞ്ഞ. മധ്യനിരയിലാണ് ബ്രസീലിന് പിന്നെയും പ്രശ്നങ്ങളുള്ളത്. ഡിഫൻസിൽ മുറില്ലോ എന്തൊരു കളിയാണിപ്പോൾ പ്രീമിയർ ലീഗിൽ നടത്തിക്കൊണ്ടിരുന്ന. ഒപ്പം മാർക്കിഞ്ഞോസും. കഴിഞ്ഞ കളിയിൽ നന്നായി കളിച്ച വെസ്ലി വലതു പാർശ്വത്തിലുണ്ട്. ഗോൾ കീപ്പർ ബെൻഡോ അൽ നസറിലാണ് കളിക്കുന്നതെങ്കിലും മികവുറ്റ താരമാണ്. സോ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ബ്രസീലിൻ്റെ ടീം വളരെ മികച്ചത് തന്നെയാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അർജൻറ്റീനയുടെ ശക്തി എന്താണ്? അർജൻറ്റീന ഒരു ടീം എന്ന നിലയിൽ ബ്രസീലിനേക്കാൾ മികച്ചതാണ്. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്, നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരാണ്. അവരുടെ കോൺഫിഡൻസ് വളരെ ഉയരത്തിലാണ്. മാത്രമല്ല, ഡൊറിവാൾ ജൂനിയർ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, രണ്ട് ടീമും വ്യത്യസ്ത സിറ്റുവേഷനുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഞങ്ങൾ മാറ്റത്തിൻ്റെ പാതയിലാണെങ്കിൽ അർജൻറ്റീന അങ്ങനെയല്ല. വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിച്ച് സെറ്റായ, ഈ എൻവയോൺമെൻറ്റിനോട് സെറ്റായ ഒരു ടീമാണ് അവർക്കുള്ളത്. അതിൻ്റെ കരുത്തും ശക്തിയും ഒക്കെ അവർക്ക് വേറെയാണ് എന്ന്. അത് തന്നെയാണ് ഈ മത്സരത്തിൽ അർജൻറ്റീനയുടെ അഡ്വാൻറ്റേജ്. ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ട് ടീമും ഏതാണ്ട് ഒരുപോലെ എന്ന് പറയേണ്ടി വന്നാലും ഒരു ടീം എന്ന നിലയിൽ അർജൻറ്റീനയാണ് കൂടുതൽ മികച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ വിജയസാധ്യതയാണ് കൂടുതലായിട്ട് ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.